ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 27-ാം തിരുവചനം. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. ഈ വചനത്തെ ആസ്പദമാക്കി നമ്മൾ ഒരു വിചിന്തനം ആരംഭിക്കുകയാണ്. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. നല്ലവനായ ഈശോയെ, അങ്ങേ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മണിക്കൂറിനെക്കുറിച്ച് ഞങ്ങൾ ഈ നിമിഷത്തിൽ വിചിന്തനം ചെയ്യുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ ക്ലേശങ്ങളെയും അങ്ങയുടെ വിശുദ്ധ കുരിശിനോട് ചേർത്ത് വയ്ക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ സഹനങ്ങളെയും അങ്ങയുടെ വിശുദ്ധ കുരിശോട് ചേർത്ത് വയ്ക്കുന്നു. സഹനത്തിൻ്റെ ഓരോ നിമിഷത്തെയും മണിക്കൂറുകളെയും നല്ലവനായ ഈശോയെ അങ്ങയുടെ വിശുദ്ധ കുരിശോട് ചേർത്ത് വയ്ക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ സഹനത്തിൻ്റെ മണിക്കൂറുകളെ നല്ലവനായ ദൈവമേ, അവിടുത്തെ മകനായ ക്രിസ്തുവിൻ്റെ കുരിശോട് ചേർത്ത്, സഹരക്ഷകയായ പരിശുദ്ധ അമ്മയുടെ ജീവിത സഹനങ്ങളോട് ചേർത്ത്, അവളുടെ ജീവിതത്തിൻ്റെ മണിക്കൂറുകളോട് ചേർത്ത് ഞങ്ങളും പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശ നൽകണമേ. രോഗങ്ങളിൽ ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ. ഞങ്ങളുടെ സഹനങ്ങളിൽ ഈശോയെ അങ്ങയെ കാണുവാനും അങ്ങയെ തിരുമുഖം ദർശിക്കുവാനും സമാശ്വസിപ്പിക്കുവാനുമുള്ള അവസരം നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം, ഏറെ പ്രത്യേകിച്ച് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം കാണുന്ന ഒരു പദപ്രയോഗമാണ് ക്രിസ്തുവിൻ്റെ മണിക്കൂർ, ദി അവർ ഓഫ് ജീസസ്. ചിലയിടങ്ങളിൽ ഈശോ തൻ്റെ സമയം ഇനിയും ആഗതമായിട്ടില്ല എന്ന് പറയുന്നു. മറ്റു ചിലയിടങ്ങളിൽ തൻ്റെ മണിക്കൂർ ഇനിയും വന്നിട്ടില്ല എന്ന് പറയുന്നു. എന്താണ് ഈ മണിക്കൂർ? എന്താണ് യേശു ഉദ്ദേശിക്കുന്ന ഈ സമയം? അത് മറ്റൊന്നുമല്ല, യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ സമയമാണ്. അവിടുന്ന് മഹത്വീകരിക്കപ്പെടുന്ന സമയമാണ്. അപ്പോൾ ആ നിമിഷത്തിൽ, ക്രിസ്തു കുരിശിൽ മരിക്കുന്ന മണിക്കൂറിൽ സംഭവിക്കുന്നത് ഇതാണ്. അപ്പോൾ മുതൽ, അതായത് ആ മണിക്കൂർ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്, ക്രിസ്തു മുൻകൂട്ടി പറഞ്ഞ ആ മണിക്കൂറിൽ, തൻ്റെ ആ സമയത്ത്, ആ സഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട്, ആ വേദനയോട് ചേർത്ത് വെച്ചുകൊണ്ട് തൻ്റെ മണിക്കൂറിലേക്ക് തൻ്റെ മറിയത്തെയും തൻ്റെ അമ്മയായ മറിയത്തെയും കൂടെ ഈശോ സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, പരിശുദ്ധ അമ്മയുടെ മണിക്കൂർ തന്നെയാണ് ക്രിസ്തുവിൻ്റെ മണിക്കൂർ. ക്രിസ്തുവിൻ്റെ മണിക്കൂറിലേക്കാണ് അമ്മയും നടന്നു വരുന്നത്. കത്തോലിക്ക തിരുസഭയുടെ വിശ്വാസം അനുസരിച്ച് മറിയത്തെക്കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസം ക്രിസ്തുവിനെക്കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, മറിയത്തിൻ്റെ മണിക്കൂർ തന്നെയാണ് ക്രിസ്തുവിൻ്റെ മണിക്കൂർ. ക്രിസ്തുവിൻ്റെ മണിക്കൂർ തന്നെയാണ് മറിയത്തിൻ്റെ മണിക്കൂർ. മറിയത്തിന് ക്രിസ്തുവിനെ കൂടാതെ മറ്റൊരു ജീവിതമില്ല. മറിയത്തെക്കുറിച്ചുള്ള നമ്മുടെ ഓരോ വിശ്വാസവും, അത് പരിശുദ്ധ അമ്മയുടെ കന്യാത്വമായിക്കൊള്ളട്ടെ, അമലോത്ഭവമായിക്കൊള്ളട്ടെ, മറ്റേത് വിശ്വാസവുമായിക്കൊള്ളട്ടെ, അത് ക്രിസ്തുവിൻ്റെ മണിക്കൂറുകളുമായിട്ട് അത്യന്തം ബന്ധപ്പെട്ടിരിക്കുന്നവയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ വിചിന്തനം ചെയ്യുന്നു, പരിശുദ്ധ അമ്മയുടെ മണിക്കൂറിനെക്കുറിച്ച്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഏകദേശം 17ഓളം തവണ ഈശോ തൻ്റെ മണിക്കൂറിനെക്കുറിച്ച് വാചാലനാകുന്നുണ്ട്. എൻ്റെ സമയം ഇനിയുമായിട്ടില്ല, എൻ്റെ മണിക്കൂർ ഇനിയുമായിട്ടില്ല. അതിലേറ്റവും ആദ്യത്തേത് കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ചാണ്. യോഹന്നാൻ്റെ സുവിശേഷം 2:4 ഈശോ പറയുന്നുണ്ട്, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല, എൻ്റെ മണിക്കൂർ ഇനിയുമായിട്ടില്ല. പലപ്പോഴും നല്ല കത്തോലിക്കരായ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നൊരു വചനമാണിത്. ഈശോ എന്തോ വിരോധത്തോടെയോ അല്ലെങ്കിൽ ശകാരബുദ്ധിയോടെയാണ് മറിയത്തോട് ഇത് പറയുന്നതെന്നാണ് നമ്മളിൽ പലരുടെയും വിചാരം. ഈശോ ഈ വചനം പറയുന്നതിലൂടെ മറിയത്തെ മാറ്റി നിർത്തുകയല്ല ചെയ്യുന്നത്. അമ്മേ, ഞാനും നീയും രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിന്ന് വരുന്നവരാണെന്നല്ല ഈശോ മറിയത്തോട് സംസാരിക്കുന്നതും അവളെ അറിയിക്കുന്നതും. പകരം ഈശോ അവിടെ ഉപയോഗിക്കുന്നത് ഒരു ഇൻക്ലൂസീവ് ലാംഗ്വേജ് ആണ്, അല്ലെങ്കിൽ മറിയത്തെയും കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ഭാഷയാണ്. ഒരു എക്സ്ക്ലൂസീവ് ലാംഗ്വേജ് അല്ല, മറിയത്തെ അകറ്റി നിർത്തുന്ന ഒരു പദപ്രയോഗമല്ല നമ്മളവിടെ കാണുന്നത്. അമ്മേ, എനിക്കെന്ത്? അമ്മേ, നിനക്കെന്ത്? നമുക്കെന്ത്? നമ്മൾ രണ്ടുപേരും ഒരേ ഭവനത്തിൽ വന്നവരാണ്. നമ്മൾ രണ്ടുപേരും ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ദൈവരാജ്യ സംസ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും, നമ്മൾ രണ്ടുപേരും. അതുകൊണ്ട് ഞാനും നീയും ചേർന്ന് പ്രവർത്തിക്കണം എന്നൊരു സന്ദേശമാണ് ആ ഒരു തിരുവചനത്തിലൂടെ ഈശോ പരിശുദ്ധ കന്യകാമറിയത്തിന് നൽകുന്നത്.
അപ്പോൾ യേശുവിൻ്റെ മണിക്കൂർ മറിയത്തിൻ്റെ മണിക്കൂറായിട്ട് മാറുന്നു, മറിയത്തിൻ്റെ മണിക്കൂർ യേശുവിൻ്റെ മണിക്കൂറായിട്ട് മാറുന്നു. യേശുവിൻ്റെ മണിക്കൂറിൽ മറിയത്തിനും ഒരു സാധ്യതയുണ്ട്, അവൾക്കും ഒരു സ്ഥാനമുണ്ട്. അപ്പോൾ ഇവിടെ പ്രഘോഷിക്കപ്പെടുന്ന സുവിശേഷം പങ്കാളിത്തത്തിൻ്റെ ഗുഡ് ന്യൂസാണ്, പങ്കാളിത്തത്തിൻ്റെ സുവിശേഷമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സഹവർത്തിത്വത്തെക്കുറിച്ചാണ് നമ്മളിവിടെ വായിച്ചറിയുന്നത്. സഹവർത്തിത്വം അല്ലെങ്കിൽ പങ്കാളിത്തം എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അത് നമ്മൾ മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ്. അല്ല, ദൈവം അങ്ങനെയാണ് എപ്പോഴും പ്രവർത്തിക്കുന്നത്. ത്രിത്വൈക ദൈവമായ അവിടുന്ന്, പിതാവായ ദൈവം പുത്രൻ ഒരു കാര്യത്തിൽ മാറ്റി നിർത്തുന്നില്ല, പരിശുദ്ധാത്മാവിനെ മാറ്റി നിർത്തുന്നില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എപ്പോഴും ഒന്നു ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. അതുതന്നെയാണ് ഈശോയുടെയും ജീവിത ശൈലി അല്ലെങ്കിൽ പ്രവർത്തന മാർഗമെന്ന് പറയുന്നത്. ഓരോ കാര്യത്തിലും ഈശോയ്ക്ക് സ്വയമേവ ചെയ്യുവാൻ കഴിയുന്ന ഓരോ കാര്യത്തിലും എന്താണ് ചെയ്യുന്നത്? ഈശോ തൻ്റെ സ്ലീഹന്മാരെയും കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്നു. ഏറ്റവും നല്ല ഉദാഹരണം അപ്പം വർദ്ധിപ്പിക്കുന്ന സ്ഥലത്താണ്. ഈശോയ്ക്ക് വേണമെങ്കിൽ സ്വർഗത്തിൽ നിന്നും മന്ന പൊഴിക്കാമായിരുന്നു, പക്ഷെ അത് ചെയ്യുന്നില്ല. അവരുടെ പങ്കാളിത്തം ഈശോ ഉറപ്പുവരുത്തുന്നുണ്ട്. ഇനി അന്ത്യാത്താഴ വേളയിൽ പോലും ഈശോയ്ക്ക് വേണമെങ്കിൽ ഒരു മുറിയിലായതുകൊണ്ട് അന്ത്യാത്താഴം ഒരുക്കാമായിരുന്നു, സ്വയമേവ ഒരുക്കാമായിരുന്നു, പക്ഷേ ക്രിസ്തു അത് ചെയ്യുന്നില്ല. അവിടെയും തൻ്റെ ശിഷ്യന്മാരുടെ പങ്കാളിത്തം, പാർട്ടിസിപ്പേഷൻ ഈശോ ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പോൾ അതുതന്നെയാണ് ഈശോ പരിശുദ്ധ അമ്മയുടെ കാര്യത്തിലും ചെയ്യുന്നത്. തൻ്റെ പ്രവർത്തന മേഖലയിൽ അമ്മയ്ക്കും ഒരു സാധ്യത, അമ്മയ്ക്കും ഒരു സ്ഥാനം നൽകുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ ഇന്ന് അന്യം നിന്ന് പോകുന്ന ജീവിത രീതിയാണിത്. ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാനായിട്ട്, പങ്കാളിത്തത്തോടെ വർത്തിക്കുവാനായിട്ട് ഇന്ന് പലർക്കും സാധിക്കാതെ വരുന്നുണ്ട്. ഭാര്യയ്ക്ക് ഭാര്യയുടേതായിട്ടുള്ള മണിക്കൂർ, ഭർത്താവിന് ഭർത്താവിൻ്റേതായിട്ടുള്ള മണിക്കൂർ, അതുകൊണ്ട് തന്നെ മക്കൾക്ക് മക്കളുടേതായിട്ടുള്ള മണിക്കൂർ. ഒന്നു ചേർന്ന് പ്രവർത്തിക്കുവാനായിട്ട്, അഭിപ്രായം ആരാഞ്ഞ് പ്രവർത്തിക്കുവാനായിട്ട്, ഓരോ കാര്യത്തിലും ജീവിത പങ്കാളിയെ കൂടി ചേർത്ത് നിർത്തുവാനായിട്ട് ഇന്ന് പല കുടുംബങ്ങളിലും ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കും കഴിയുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടേതായ കൊച്ചു കൊച്ചു രാജ്യങ്ങൾ സൃഷ്ടിക്കുന്നു, അല്ലെങ്കിൽ കൊച്ചു കൊച്ചു ദ്വീപ സമൂഹങ്ങളായിട്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. പരസ്പര ബന്ധമില്ലാതെ, പരസ്പര സ്നേഹമില്ലാതെ, പരസ്പര സംഭാഷണമില്ലാതെ, പരസ്പരം ചർച്ചകളില്ലാതെ, പരസ്പരം സ്നേഹിക്കാതെ, എന്തിന് ഒന്ന് പുഞ്ചിരിക്കുക പോലും ചെയ്യാതെ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബ ജീവിതത്തിൻ്റെ അടിത്തറ ഇളകുന്നില്ലേ എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 2-ാം തിരുവചനം, പരസ്പരം ഭാരങ്ങൾ വഹിക്കുക. എത്ര മനോഹരമായ സന്ദേശമാണ് പൗലോസ്ലീഹ നമുക്ക് നൽകുന്നത്. ഈശോയും മറിയവും ചെയ്തതും അതുതന്നെയായിരുന്നു. പരിശുദ്ധ അമ്മ സഹരക്ഷക എന്ന നിലയിൽ യേശുവിൻ്റെ ഭാരം വഹിച്ചുകൊണ്ട് അവനെ അനുയാത്ര ചെയ്യുന്നുണ്ട്. യേശുവും അതുപോലെ തന്നെയാണ്. വചനത്തിൽ പ്രകടമായി കാണുന്നില്ല എങ്കിൽ കൂടിയും പരിശുദ്ധ അമ്മയുടെ ഭാരങ്ങൾ വഹിച്ചവനാണ് മകനായ ക്രിസ്തു. അപ്പോൾ പരസ്പരം ഭാരം വഹിച്ചുകൊണ്ടാണ് രക്ഷകനായ യേശുവും സഹരക്ഷകയായ പരിശുദ്ധ അമ്മയും ജീവിച്ചതെങ്കിൽ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ ഓരോരുത്തരും പരസ്പരം ഭാരങ്ങൾ വഹിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ പരസ്പരം ഭാരങ്ങൾ വഹിക്കാതെ, പരസ്പരം ചെളിവാരിത്തേച്ച്, പരസ്പരം കുറ്റപ്പെടുത്തി ജീവിച്ചു കഴിഞ്ഞാൽ, പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും പങ്കാളിത്തത്തിൻ്റെ അല്ലെങ്കിൽ സഹവർത്തിത്വത്തിൻ്റെ ആ നല്ല സന്ദേശം എന്നേക്കുമായിട്ട് മാഞ്ഞു പോവുക തന്നെ ചെയ്യും. അപ്പോൾ ഈശോ നമ്മെ വിളിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അമ്മയിൽ നമ്മൾ പഠിക്കണം. അമ്മ നമ്മളെ പഠിപ്പിക്കുന്ന ആ പങ്കാളിത്തത്തിൻ്റെ മണിക്കൂറുകൾ ചേർത്ത് വയ്ക്കുന്ന ആ പങ്കാളിത്തത്തിൻ്റെ സുവിശേഷം നമ്മൾ ഓരോരുത്തരുടെ ഹൃദയത്തിൽ എന്നേക്കുമായിട്ട് അടയാളപ്പെടുത്താൻ നമ്മളെ കൊണ്ട് കഴിയണം. പരിശുദ്ധ അമ്മയുടെ യഥാർത്ഥ ശക്തി ഞാൻ പറഞ്ഞു, അവൾ തൻ്റെ മണിക്കൂറിനെ ക്രിസ്തുവിൻ്റെ മണിക്കൂറോട് ചേർത്ത് വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുക, അല്ലെങ്കിൽ അവളുടെ സഹനത്തിൻ്റെ വേളയിൽ, അവളുടെ ദുഃഖത്തിൻ്റെ വേളയിൽ, അവളുടെ തകർച്ചയുടെ വേളയിൽ സ്വന്തം പുത്രൻ്റെ കുരിശോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതായിരുന്നു അവളുടെ യഥാർത്ഥ ശക്തി എന്നുള്ളത്. അപ്പോൾ അവൾ ഒരിക്കലും, നമ്മുടെ അമ്മ ഒരിക്കലും ഒറ്റപ്പെട്ട് ജീവിക്കുന്നില്ല. വേദനയുടെ സമയത്തും ദുഃഖത്തിൻ്റെ സമയത്തുമൊക്കെ എപ്പോഴും സ്വപുത്രനോട് ഒട്ടിച്ചേർന്നുള്ള ഒരു ജീവിതമായിരുന്നു അവളുടേത്. അതായിരുന്നു അവളുടെ യഥാർത്ഥ ശക്തി. ഒറ്റയ്ക്കല്ല, അവൾ ഏകാന്തത അനുഭവിക്കുന്നില്ല. പരിശുദ്ധ അമ്മയെ നമ്മൾ എപ്പോൾ കണ്ടു കഴിഞ്ഞാലും, വചനത്തിൽ എവിടെ കണ്ടു കഴിഞ്ഞാലും ഒരു ഗ്രൂപ്പ് ആൾക്കാർ അമ്മയുടെ കൂടെ എപ്പോഴുമുണ്ട്. അത്തരത്തിലുള്ളൊരു ജീവിതശൈലിയാണ് ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹങ്ങളിലും നമ്മൾ പിന്തുടരേണ്ടത്. പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹത്തിലും കുടുംബത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ തടസ്സം അല്ലെങ്കിൽ ദുരന്തം എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാവുന്നത്,
ഏകാന്തതയോടുള്ള വലിയ ഭ്രമമാണ്. ഇന്ന് നമ്മളിൽ പലർക്കും പ്രൈവസിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. പണ്ട് കാലത്തൊക്കെ ഒന്ന് വസ്ത്രം മാറുവാനായിട്ടോ മാത്രമേ ആളുകൾ പ്രൈവസി നോക്കിയിരുന്നത്. പക്ഷേ ഇന്ന് ഒരു കുടുംബത്തിൽ ഒരു കൂരക്കീഴിൽ താമസിക്കുമ്പോൾ പോലും വ്യക്തികൾ അവരവരുടെ പ്രൈവസി നോക്കുന്നു, അവരവരുടെ ഏകാന്തത നോക്കുന്നു. പ്രൈവസി ഓഫ് ടൈം, പ്രൈവസി ഓഫ് പ്ലേസ്. സ്ഥലകാലങ്ങളിൽ സ്ഥലത്തിൽ എനിക്ക് പ്രൈവസി വേണം, സമയത്ത് എനിക്ക് പ്രൈവസി വേണം. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വ്യക്തി ജോലിക്ക് പോകാമെന്നിരിക്കട്ടെ, ഭർത്താവ് രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നു, വൈകിട്ട് തിരികെ വരുന്നു. വൈകിട്ട് തിരികെ വന്നിട്ട് ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം ഒന്നിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട്, ഒരു കപ്പ് ചായ അവരോടൊപ്പം കുടിക്കുവാനായിട്ട് ഇന്ന് സമയമില്ല. വരുന്നു, മൊബൈൽ എടുക്കുന്നു, വീണ്ടും ഒരു മുറിയിൽ കയറിയിരിക്കുന്നു. ഇന്ന് പല കുടുംബങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിത ശൈലിയാണ് ഏകാന്തതയോടുള്ള ഭ്രമം. ഒറ്റപ്പെട്ട് താമസിക്കും. എന്നോട് കുറച്ച് നാൾക്ക് മുമ്പ് ഒരു അമ്മ പറയുകയാണ്, വെച്ചാൽ ഞങ്ങൾ വിവാഹം കഴിച്ചിട്ട് 37 വർഷമായി. ആദ്യം 1-2 വർഷം അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ ഭവനത്തിൽ ഞങ്ങൾ തമ്മിൽ യാതൊരു സമ്പർക്കവുമില്ല, യാതൊരു സംഭാഷണവുമില്ല എന്ന്. സ്നേഹമുള്ളവരെ, ഏകാന്തതയിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്നത് ചിലർക്ക് ഹരമാണ്. ഏകാന്തതയിൽ ജീവിച്ചു പോകുന്നത് ചിലർക്ക് ഭ്രാന്താണ് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓർക്കണം, നമുക്ക് പകുത്തു നൽകാൻ പറ്റിയ ഏറ്റവും നല്ല സമ്മാനമാണ് നമ്മുടെ മണിക്കൂർ. ഇന്ന് പലപ്പോഴും ചില അപ്പനമ്മമാർ ഞങ്ങളോട് ചോദിക്കാറുണ്ട്, അച്ഛാ മക്കൾക്ക് എന്താണ് ഏറ്റവും നല്ല ഗിഫ്റ്റ് കൊടുക്കുന്നത്? കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ്, കൊച്ചിൻ്റെ മാമോദീസായാണ്, ആദ്യ കുർബാനയാണ്, എന്താണ് നൽകാൻ പറ്റിയ ഏറ്റവും നല്ല സമ്മാനം? ഞാൻ പറയും, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുവാൻ പറ്റിയ ഏറ്റവും നല്ല സമ്മാനം നിങ്ങളുടെ സമയമാണ്, നിങ്ങളുടെ മണിക്കൂറാണ്. ഇന്ന് നിൻ്റെ മകന് വേണ്ടി, നിൻ്റെ മകൾക്ക് വേണ്ടി പകുത്തു നൽകുവാൻ നിൻ്റെ പക്കൽ ഒരു മണിക്കൂറില്ലെങ്കിൽ, നാളെ അവൻ്റെ പക്കലും നിനക്ക് വേണ്ടി തിരികെ നൽകുവാനായിട്ട് മണിക്കൂറുകളില്ലാതെ പോകും, സമയങ്ങളില്ലാതെ പോകും. ഒറ്റയ്ക്ക് നിൽക്കുന്നത് ചിലർക്ക് വലിയ സുഖമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏകാന്തതയിലായിരിക്കുന്നത്, ഒറ്റയ്ക്കായിരിക്കുന്നത് അതത്ര ആരോഗ്യപരമായ ആധ്യാത്മിക ജീവിതശൈലിയല്ല. ഏകാന്തതയിലാണ് പലപ്പോഴും പിശാച് നമ്മളെ ലക്ഷ്യം വയ്ക്കുന്നത്. ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ് പിശാച് നമ്മളെ എപ്പോഴും ആക്രമിക്കുന്നത്. തിരുവചനത്തിൽ നിരവധി ഉദാഹരണങ്ങൾ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. പഴയ നിയമത്തിൽ ആദിമാതാവായ ഹവ്വയുടെ പിന്നാലെ പിശാച് കൂടുന്നത് എപ്പോഴാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഹവ്വ ഒറ്റയ്ക്കായിരുന്ന സമയത്ത്, ആദം കൂടെ ഇല്ലായിരുന്നു. ഒറ്റയ്ക്ക് നിന്ന ഹവ്വയെയാണ് പിശാച് പ്രലോഭിപ്പിക്കുന്നത്. വീണ്ടും സാമൂലിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നു ദാവീദിൻ്റെ പ്രലോഭനം. ദാവീദ് ചെയ്തത് എന്താണെന്നറിയാമോ? ദാവീദ് യുദ്ധം നടക്കുന്ന അവസരത്തിൽ മടി പിടിച്ച് അലസനായിട്ട് കിടന്നുറങ്ങി. ഏകദേശം വൈകുന്നേരമായപ്പോൾ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. വചനം പറയുന്നു, വൈകുന്നേരമായപ്പോൾ അവൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റുവെന്ന്. പ്രിയ സഹോദരങ്ങളെ, ഈ വൈകുന്നേരം കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കണമെങ്കിൽ അതിന് പ്രത്യേക സിദ്ധി തന്നെ വേണം. സാധാരണഗതിയിൽ നമ്മൾ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നത് ഒന്നുകിൽ രാവിലെയാണ്, അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും ഒരു ഉച്ചമയക്കത്തിന് ശേഷമാണ് നമ്മൾ എഴുന്നേൽക്കുന്നത്. വൈകുന്നേരം കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നവൻ അലസനാണ്. കാരണം അവൻ പകൽ മുഴുവനും കിടന്നുറങ്ങുകയായിരുന്നു. അവൻ്റെ ഏകാന്തതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ദാവീദ് രാജാവ് എത്ര കരുത്തനും പ്രബലനും വിശ്വസ്തനുമായ ദാസനുമായിരിക്കട്ടെ, പക്ഷേ അവൻ തൻ്റെ ജീവിതത്തിൽ അനാവശ്യമായിട്ടുള്ള ഏകാന്തതയ്ക്കും അലസതയ്ക്കും സ്ഥാനം കൊടുത്തപ്പോൾ പിശാച് അവനെ ഒന്ന് വീഴ്ത്തിക്കളഞ്ഞു. വ്യഭിചാരത്തിൻ്റെ പാപം, കൊലപാതകത്തിൻ്റെ പാപം, അങ്ങനെ ഒന്നൊന്നായിട്ട് പാപത്തിനു മേൽ പാപം ചെയ്തു കൂട്ടി ദാവീദ്. അതിനുള്ള കാരണമോ? ഏകാന്തതയോടുള്ള അമിതഭ്രമം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മക്കൾ, ജീവിത പങ്കാളികൾ, ഞാൻ തന്നെ ഏകാന്തതയ്ക്ക് ഒത്തിരിയധികം പ്രാധാന്യം നൽകുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുക. ഒന്നിച്ചിരുന്ന് കുരിശു വരയ്ക്കുവാൻ നമ്മൾ പഠിക്കണം. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാൻ നമ്മൾ പഠിക്കണം. ഒന്നിച്ച് സല്ലപിക്കുവാനും തമാശ പറയുവാനായിട്ടും കൊച്ചു കൊച്ചു കളികളിലൊക്കെ ഏർപ്പെടുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. അപ്പോഴാണ് നമ്മുടെ കുടുംബവും തിരുക്കുടുംബം പോലെ വളർന്നു വരുന്നത്. ഈശോയുടെ ഭാഷയിൽ പറഞ്ഞാൽ മണിക്കൂറിനെ മണിക്കൂറോട് ചേർത്ത് വയ്ക്കണം. ഭർത്താവിൻ്റെ മണിക്കൂർ അത് ഭാര്യയുടെ മണിക്കൂറിനോട് ചേർന്നിരിക്കണം. അവർ തമ്മിലുള്ള മണിക്കൂറുകൾ വ്യത്യാസം കാണാൻ പാടില്ല. നിങ്ങളുടെ മണിക്കൂർ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പകുത്ത് നൽകുന്നില്ലെങ്കിൽ, ജീവിത പങ്കാളിക്ക് നിങ്ങൾ പകുത്ത് നൽകുന്നില്ലെങ്കിൽ, തീർച്ചയായിട്ടും കുടുംബത്തിൽ ഒരു പതനം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. പരിശുദ്ധ അമ്മയുടെ മണിക്കൂറിനെക്കുറിച്ച് നാം ധ്യാനിക്കുകയാണ്. ഒരുപക്ഷെ നാം ചിന്തിച്ചേക്കാം, എന്തുകൊണ്ടാണ് മറിയത്തിന് മാത്രം ഇത്തരമൊരു വിശേഷ ആനുകൂല്യം നൽകപ്പെടുന്നത്? അവൾക്ക് മാത്രം ഒരു പ്രത്യേക മണിക്കൂർ.
ഈശോയുടെ അമ്മയായതുകൊണ്ടാണോ മറിയത്തിന് മാത്രം ഇത്തരം ഒരു സ്പെഷ്യൽ പ്രിവിലേജ് നൽകുന്നത്? അല്ല. ഇതിന് ഉള്ള ഉത്തരം നാം കണ്ടെത്തണമെങ്കിൽ കാനായിലെ വിവാഹ വിരുന്നിലേക്ക് ഒരിക്കൽ കൂടെ നാം യാത്ര ചെയ്യണം. അവിടെ നമ്മൾ കാണുന്നു ഈശോ സ്വന്തം അമ്മയെ അഭിസംബോധന ചെയ്യുകയാണ്, സ്ത്രീയെ എനിക്കും നിനക്കും എന്താ എന്ന് പറഞ്ഞുകൊണ്ട്. നമ്മളിൽ പലർക്കും ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ള ഒരു അഭിസംബോധനയാണെന്ന് എനിക്കറിയാം, സ്ത്രീയെ എന്ന് വിളിക്കുന്നത്. പക്ഷേ ഒന്ന് മനസ്സിലാക്കണം, ഈ സ്ത്രീയെ എന്നുള്ള അഭിസംബോധന പഴയ നിയമത്തിലെ സ്ത്രീയിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. പഴയ നിയമത്തിലെ ആദ്യ സ്ത്രീയായ ഹവ്വ, ആദ്യ അമ്മയായ ഹവ്വ, അവളിലേക്ക് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ് സ്ത്രീയെ എന്ന അഭിസംബോധനയിലൂടെ ഈശോ. പഴയ നിയമത്തിലെ ആ സ്ത്രീ മൂലമാണ് പറുദീസ നഷ്ടമായത്. അവിടെ ശരിക്കും ഹവ്വയ്ക്ക് സംഭവിച്ചത് എന്താണെന്നറിയാമോ? മലയാളത്തിൽ പറഞ്ഞാൽ സാത്താൻ അവളുടെ തലയിൽ കയറി നിരങ്ങി. സാത്താൻ അവളുടെ ശിരസിൽ ചവിട്ടി. അവളുടെ ശിരസിൽ ഭാരപ്പെട്ട 2 ഭാണ്ഡക്കെട്ടുകൾ വെച്ച് കൊടുത്തു. ഏതാണ് 2 ഭാണ്ഡക്കെട്ടുകൾ എന്നറിയാമോ? പാപഭാരവും ജീവിതഭാരവും. ഇത് വഹിച്ചുകൊണ്ടായിരുന്നു മനുഷ്യകുലം കാലങ്ങളോളം ജീവിച്ചു പോന്നിരുന്നത്, പാപഭാരവും ജീവിതഭാരവും. എന്നാൽ ഈശോ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? നഷ്ടങ്ങളുടെ കഥ പറഞ്ഞ ആ ആദ്യ മണിക്കൂറുണ്ടല്ലോ, അതെ, ഹവ്വയുടെ മണിക്കൂർ നഷ്ടങ്ങളുടെ കഥ പറയുന്ന ഒരു മണിക്കൂറായിരുന്നു. അതിന് പ്രായശ്ചിത്തം ചെയ്യുകയാണ് ഈശോ, സഹരക്ഷകയായ മറിയത്തെയും കൂടെ നിർത്തിക്കൊണ്ട്. അപ്പോൾ യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ മണിക്കൂർ എന്ന് പറയുന്നത് അത് നഷ്ടത്തിൻ്റെ കഥയല്ല പറയുന്നത്, അത് വിജയത്തിൻ്റെ കഥയാണ് പറയുന്നത്, വീണ്ടെടുക്കലിൻ്റെ കഥയാണ് പറയുന്നത്. അപ്പോൾ ആ മണിക്കൂറിൽ സംഭവിക്കുന്നത് എന്താണ്? ഈശോ നഷ്ടപ്പെട്ടു പോയ പറുദീസ തിരികെ പിടിക്കുന്നു. ഒപ്പം വെളിപാട് പുസ്തകത്തിൽ നാം കാണുന്നത് പോലെ തന്നെ പുതിയ സ്ത്രീയായ, പുതിയ ഹവ്വയായ മറിയം പിശാചിൻ്റെ തല തകർക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ, സമൂഹങ്ങളിൽ പിശാച് നടമാടുന്നുണ്ട്. പിശാചിൻ്റെ സ്വാധീനം സമൂഹത്തിലുടനീളം കാണുന്നുണ്ട്. തിന്മയുടെ സ്വാധീനം എല്ലാ മേഖലകളിലുമുണ്ട്. ഈ പിശാചിനെതിരെ പടപൊരുതണമെങ്കിൽ, തിന്മയുടെ അതീശ ശക്തികൾക്കെതിരെ നമുക്ക് യുദ്ധം ചെയ്യണമെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് സാധിക്കത്തില്ല. മറിയത്തിൻ്റെ മണിക്കൂറോടും ക്രിസ്തുവിൻ്റെ മണിക്കൂറിനോടും ചേർന്ന് നിൽക്കുവാനായിട്ട് നമ്മൾ പഠിക്കണം, അത് സാധിക്കണം. ഭൂതോച്ചാടകരായ ഒത്തിരിയധികം വൈദികരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെയൊക്കെ ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയാണ്. ജപമാല ഒരു 5 എണ്ണമെങ്കിലും നിരന്തരം ചൊല്ലാത്ത ഒരൊറ്റ ഭൂതോച്ചാടകരായ വൈദികരെയും ആത്മായ സഹോദരങ്ങളെയും ഞാൻ കണ്ടിട്ടില്ല. അതിനർത്ഥം പിശാചിനെ ബഹിഷ്കരിക്കണമെങ്കിൽ നമ്മുടെ ഭവനങ്ങളിൽ നിന്നും വ്യക്തി ജീവിതങ്ങളിൽ നിന്നും സാത്താനെ തുരത്തി ഓടിക്കണമെങ്കിൽ സാത്താൻ്റെ തല തകർത്തവളായ അമ്മയുടെ ശക്തി ആവശ്യമാണ്, അവളുടെ സാന്നിധ്യം ആവശ്യമാണ്. ഇന്ന് പിശാചിൻ്റെ സ്വാധീനം എല്ലാ മേഖലകളിലുമുണ്ട്. കുടുംബത്തിൻ്റെ മേൽ, സമൂഹത്തിൻ്റെ മേൽ, രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളുടെ മേൽ, എല്ലായിടത്തും തിന്മയുടെ സ്വാധീനമുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ഭയക്കേണ്ട. അമ്മ കൂടെയുണ്ടെങ്കിൽ, മറിയത്തിൻ്റെ മണിക്കൂറോട് ചേർന്ന് നിൽക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും കഴിയുന്നെങ്കിൽ തീർച്ചയായിട്ടും വിജയം സുനിശ്ചിതമാണ്. അതുകൊണ്ട് ഒരു നിമിഷം കരങ്ങൾ കൂപ്പി നമുക്ക് പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, തിന്മയുടെ സ്വാധീനങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ഭവനങ്ങളിലെ യുവജനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ജീവിത പങ്കാളികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളോടൊപ്പമായിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ശക്തിയേറിയ മാധ്യസം യാചിക്കണമേ. തിന്മയ്ക്കെതിരെ നന്മ കൊണ്ട് വിജയം വരിക്കുവാനായിട്ട് ഞങ്ങൾക്കാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.